നിങ്ങൾ തമ്മിൽ അടിയൊക്കെ ഉണ്ടാകാറുണ്ടോ? ഇങ്ങനെ എങ്ങനെയാണ് ആ അടി? കോമഡി ലെവലിലാണോ എങ്ങനെയാണ്? അടി ഉണ്ടാവും, പക്ഷെ അതിന് ഒരുപാട് ആയുസ് ഉണ്ടാവില്ല. അതായത് ഇപ്പൊ അമ്മ എന്തെങ്കിലും വീട്ടിൽ അവിടെ ചെറിയ പരിപാടികളൊക്കെ ഒപ്പിക്കും, എന്തെങ്കിലുമൊക്കെ പരിപാടി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പോയി ഏർപ്പെടും. അപ്പൊ ഞാൻ പറയും അമ്മ ഇങ്ങനത്തെ പരിപാടി ഒന്നും നടക്കൂല. അതെന്താ പറഞ്ഞാൽ അമ്മ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ കയറിപ്പോവും. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടി എന്റെ അമ്മന്റെ തലക്കന്നെ വരും. അപ്പൊ ഞാൻ പറയും അമ്മ വേണ്ട പോണ്ട പറയും. അപ്പൊ അമ്മയ്ക്ക് പോകണം നല്ല ആഗ്രഹം ഉണ്ടാവും, വേറെ വഴിയില്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തൊണ്ട് തൂമേ ദീപാ എനിക്കറിയില്ലേ പറഞ്ഞിട്ട് അമ്മ ഒരുപാട് പറയുന്നത്. നിന്റെ പരിപാടി ഒന്നും വേണ്ട ദീപോ അങ്ങനെ പറയും. പിന്നെന്താ അറിയോ, ഞാൻ ദേഷ്യപ്പെട്ടിരിക്കല്ലേ, എന്നെ സോപ്പിടുന്നത് എങ്ങനെ എനിക്കറിയോ, അന്നത്തെ ദിവസം ഉരുളക്കിഴങ്ങ് കുറച്ച് വെച്ചിട്ടുണ്ടാവും. ഉരുളക്കിഴങ്ങ് എനിക്ക് ഇഷ്ടമാണ്, ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത് ഇഷ്ടമാണ്. അപ്പൊ ഇവര് ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പോയി ഇത് കണ്ടത് എന്നെ സോപ്പിടാനെന്ന് മനസ്സിലാവും. ഞാൻ ചിലപ്പോ മിണ്ടില്ല. ഒരു ദിവസം ഫുള്ള ഒരു ഉച്ചവരെയൊക്കെ മിണ്ടാണ്ടിരുന്നപ്പോ എന്താണ് മിണ്ടുന്നില്ലേ, എന്താണ് നോക്കിയിരിക്കുന്നത്, വാ എന്താണ് ഈ പായസം വേണ, അവിടെ ഫ്രിഡ്ജിലൊന്നും ഉണ്ടാവില്ലോ. അപ്പൊ വന്നിട്ട് ഇങ്ങനെ ആ സാധനം പറയും. പിന്നെ മറ്റേന്തെങ്കിലും തിന്നാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സീനാട്ടോ. അമ്മ പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി എടുത്തു വെക്കും. അതാണ് ഇഷ്ടം, ഇല്ലെങ്കിൽ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. ഈ പണിക്കൊക്കെ പോകുന്ന സമയത്ത് തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോൾ ഭക്ഷണമൊക്കെ കിട്ടുമ്പോൾ കൊണ്ട് തീർത്തൊക്കെ അത് സീനാട്ടോ. അമ്മ എനിക്ക് വേണ്ടി പാകം ഒന്നേ കിട്ടിയിട്ടുള്ളൂ ചിലപ്പോ. അപ്പൊ അത് സംഭവം എന്താ അമ്മന്റെ കിട്ടിയതാണ് അത് സംഭവം. അവിടെ പോയാലും ഈ ഇവിടെ ഇല്ലേ, ഇവിടെ ഇടുപ്പിൽ മടക്കി വെച്ചിട്ടുണ്ടാവും, മടിക്കുത്തിൽ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് പാതി കൊടുക്കും. എന്നിട്ട് എന്നാ പിന്നെ എന്താ കിട്ടും, പുള്ളായി തിന്നണ്ടേ, അതും എടുത്തു വെക്കും. പാതി എടുത്തു വെച്ചിട്ട് നമുക്ക് തരും. അമ്മമ്മയും സീനാണ്. അമ്മനെ സത്യം പറയാലോ, അമ്മനെക്കാട്ടി സീൻ അമ്മമ്മയാണ്. അതാണ് ഇങ്ങോട്ട് കിട്ടിയതല്ലേ. പിന്നെ